കർണാടകയിലെ അർജുനുമായിട്ടുള്ള തിരച്ചിൽ. അത് വലിയ രീതിയിലൊരു 100 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തൊരു വീഴ്ച ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. കാരണം അവിടെ വേണ്ടപ്പെട്ടവർ ആരോടെ എത്തിയിട്ടില്ല, ചുരുക്കം ചില ഉദ്യോഗസ്ഥർ മാത്രമാണ്. വലിയൊരു അനാസ്ഥ കാര്യത്തിൽ കാണുന്നത്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മന്ത്രിമാർ മുതൽ പ്രധാന ഉദ്യോഗസ്ഥന്മാർ, മുതിർന്ന സേനാംഗങ്ങൾ എല്ലാവരും തന്നെ അവിടെ എത്തുന്ന രീതിയാണ് നമുക്കുള്ളത്. ഇപ്പോൾ കർണാടക അവരുടെ രീതിയിൽ അവർക്കത് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നേവി മറ്റ് ഫോഴ്സിൻ്റെ സഹായം കൂടി വേണ്ടി വരും. നമ്മുടെ മുഖ്യമന്ത്രി അവരുടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ചീഫ് സെക്രട്ടറി ബന്ധപ്പെട്ടിട്ടുണ്ട്, കോഴിക്കോട് ജില്ലാ കളക്ടർ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ കർണാടക സർക്കാർ ഇപ്പോൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറവുകളുണ്ടെന്ന് ഇപ്പോൾ നമ്മളൊരു വിമർശന വിധേയമാക്കുമ്പോൾ ഉചിതമായിരിക്കില്ല. അവർ പരമാവധി ശ്രമം നടത്തി കീഴടക്കണമെന്ന് തന്നെ നമുക്ക് ആളെ തിരിച്ച് ജീവനോടെ കിട്ടാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇടപെടണം തന്നെയാണ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവരാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില കുറവുകളും പ്രശ്നങ്ങളും ശ്രദ്ധയപ്പെടുമ്പോൾ സർക്കാരുകൾ തമ്മിൽ നേരിട്ട് അറിയിക്കാമല്ലാതെ പൊതു ചർച്ചയ്ക്ക് ഈ ഘട്ടത്തിൽ നമ്മളൊരാൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന ഒരു ഘട്ടം വരുമ്പോൾ ചിലപ്പോൾ അവരാണല്ലോ ചെയ്യേണ്ടത്. അതിന് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതന്നെ ഈ ഘട്ടത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ ആരെങ്കിലും അങ്ങോട്ട് പോകുന്ന സംബന്ധിച്ച് അങ്ങനെ ഒരു ആലോചനകളുണ്ടോ? അവിടെ ചെന്നാൽ അവർക്കല്ലേ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കേന്ദ്ര സേനയുടെ സഹായം മറ്റു കാര്യങ്ങളാണ്, അതും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ത്രൂ കർണാടക തന്നെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്തായാലും എല്ലാവരും കൂടി ജീവൻ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് കരുതുന്നത്.